ഹായ് ഹോൾ, അസ്സാം വലൈക്കും. വെൽക്കം അവർ കുൾ ടോക്ക് ഫാമിലി. ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാം. അപ്പോഴാണ് ബീഫ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ആലോചിച്ചു ഇന്ന് ബീഫും നെയ്ച്ചോറും വെക്കാൻ. നെയ്ച്ചോറിലൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നെയ്യൊന്നും ഇല്ലാതെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്യട്ടോ. ഞാൻ അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ പോയി. നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കിച്ചണിക്ക് ഇറങ്ങൽ കേട്ടോ. അപ്പോൾ ഇന്ന് തെസ്നി ഇല്ല കേട്ടോ. തെസ്നി ഇന്ന് അവളെ വീട് വരെ ഒന്ന് പോയിക്കണേ. എന്താണ് പോയി കളിച്ചോ. ഇലുവിൻ്റെ കൂടെ പോയി കളിച്ചോ കേട്ടോ. ഇലു എന്താ കുടിക്കണേ? ചായ കുടിക്കേ? രസേ പോവാ. അപ്പോൾ അസ്മി വന്നിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തുടങ്ങട്ടെ. അസ്മി ഉണ്ട് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത്. ഓളാണ് സ്പെഷ്യൽ. അങ്ങനെ ഇപ്പം പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്നും പള്ളി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരും, മിഠായി ആയിട്ട്. അപ്പം മക്കൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് ഇടത്തുനിന്ന് വലുതെന്നൊക്കെ കൈകളൊക്കെ കണ്ടില്ലേ. അങ്ങനെയല്ലോ ഉമ്മാർക്ക് മിഠായി എന്ന സാധനം മക്കളായ പിന്നെ നമുക്കില്ല, അവർക്കായി അത്. പിന്നെ അങ്ങനെ കുക്കർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കറി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാ. അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ മീറ്റ് മസാല ഒക്കെ ഇട്ടാ. നന്നായിട്ട് മല്ലിപ്പൊടി ഇടും, കാരണം ഇന്നലെ കറി കുറച്ചൊക്കെ കട്ടി ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂട്ടണ്ട നമുക്ക്. അങ്ങനെ ബീഫൊക്കെ പിന്നെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കും കേട്ടോ. ഒന്ന് നല്ല മസാലയൊക്കെ പിടിക്കും. അങ്ങനെ ബീഫൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാ ബീഫ് ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ കറി സെറ്റായി. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഹസ്ബൻഡ് നെയ്ച്ചോറാട്ടോ. പാത്രമൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നെയ്യോ ആർക്കേജോ ഒന്നും ചേർക്കണില്ല കേട്ടോ. വെളിച്ചെണ്ണ മാത്രമേ ചേർക്കണേ. അതിക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായി, വലിയ ഉള്ളി, ക്യാരറ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ നെയ്ച്ചോറാട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. ഇങ്ങനെ ഞങ്ങൾ നല്ല അലമ്പൊടുങ്ങിയിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുറച്ച് നേരത്തിനൊന്ന് എസ്കേപ്പ്.
നെയ്ച്ചോറ് ഏകദേശം സെറ്റായിട്ടാ. ഞങ്ങളെ ചെപ്പ് എന്ത് എന്ത് അപ്പടോ ഇതെന്താണ്? മാഷാല്ലാ ചോറും കറിയൊക്കെ സെറ്റായി എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. അസ്സലാമു അലൈക്കും.